ഇപ്പൊ ചില ഭാഗങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല, ഇവിടുത്തെ ഹാൽ എനിക്കറിയില്ല, ചില ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്, അതിന്റെ പേര് ഫാമിലി ടൂർ. എന്ത് ഫാമിലി ടൂർ? ഓലക്ക പിണ്ണാക്ക് ഫാമിലി ടൂർ ആണോ? ഒരു മഹറമും കൂടെ ഇല്ലാതെ ഏത് മക്ബറയിലേക്ക്? ആ നേതൃത്വം നൽകുന്ന അമീർ ഒരു ബസ്സിലെ 40 പെണ്ണുകൾക്ക് മഹറമാ? സുന്നത്തായ ഉംറ നിർവഹിക്കണമെങ്കിൽ കൂടെ മഹറം വേണ്ടേ? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ മക്കയിൽ ഹജ്ജിന് വേണ്ടി മക്കത്ത് എത്തിയപ്പോഴേക്ക് ആയിഷ ബീവിക്ക് മെൻസസായി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹറമിന് പുറത്ത് താമസിക്കാണ്. മുത്തുനബി തങ്ങൾ കാണാൻ വേണ്ടി വന്നപ്പോ ആയിഷ ബീവി കരയാണ്. കാരണം മറ്റു ഭാര്യമാരൊക്കെ മത്താഫിൽ തവാഫിലാണ്, ഞാനൊരു വീട്ടിൽ ഒറ്റക്കായല്ലോ. ആയിഷ കരയേണ്ടതില്ല, നിനക്കു മാത്രം അല്ല തന്നതല്ലോ മെൻസസ് എന്നത്. അത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കളിൽ പെൺമക്കൾക്കൊക്കെ ഉണ്ടല്ലോ. വിഷമിക്കേണ്ടതില്ല, തവാഫല്ലാത്തത് മുഴുവനും ചെയ്യാം. ശുദ്ധിയായതിനു ശേഷം തവാഫ് അങ്ങ് ചെയ്തോളൂ. ഹജ്ജും ഉംറയും ഒരുമിച്ചാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചെയ്തത്. ഹജ്ജ് കഴിഞ്ഞങ്ങനെ പോരുമ്പോ മിനയിൽ നിന്ന് വാദി മുഹസ്സബിലെത്തിയപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ വന്നിട്ട് പറഞ്ഞു, നബിയെ ഒരാഗ്രഹമുണ്ട്. ഇക്കാണുന്ന ഭാര്യമാരൊക്കെ സെപ്പറേറ്റ് ഉംറയും ഹജ്ജും ചെയ്തവരാണ്, ഞാൻ ഹജ്ജും ഉംറയും ഒരുമിച്ചാ ചെയ്തത്. ഒരു ഉംറയും കൂടി ചെയ്യട്ടെയോ നബിയെ, അവിടുത്തേക്ക് സമ്മതമാണോ? ആയിഷ ബീവിക്ക് മക്കയുടെ എല്ലാ വഴികളും അറിയില്ലേ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേക്കുന്നത് രണ്ടാമത്തെ ഉംറ സുന്നത്തല്ലേ. പറയുന്നു ഒറ്റക്ക് പോയാ പോരാ, സഹോദരൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുയും കൂട്ടിക്കോളൂ. എന്നിട്ട് തന്നീമിൽ പോയി ഉംറക്ക് ഇഹ്റാം ചെയ്ത് ഉംറ കഴിഞ്ഞ് വന്നോളൂ, ഞങ്ങൾ കുറച്ചപ്പുറത്ത് കാത്തിരിക്കാം. വെറുതങ്ങോട്ട് കയറിപ്പോകല്ലേ. മറ്റേ ഉസ്താദ് എന്ത് ഹോജരാജാവ്, എന്ത് ഉസ്താദ്, നിയമം പാലിക്കാതെ സുന്നത്തായ ഉംറക്ക് 1, 2, 3, 4. പിന്നെ ഉംറ കഴിഞ്ഞ് വന്നപ്പോ പെണ്ണിന് ഭർത്താവിനെ വേണ്ട, ഉസ്താദിനെ മതിയല്ലേ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്തെല്ലാം അതാ കേൾക്കുന്നത്. നിയമം വിട്ടുപോകാൻ പാടില്ല. 45 ആള് 50 ആള് സഹോദരിമാര് എവിടുക്ക മക്ബറ സിയാറത്തിന് പോകാൻ. അങ്ങനെ ഒരു സിയാറത്ത് ഇസ്ലാം കൽപ്പിച്ചിട്ടുണ്ടോ? സിയാറത്തിന് പോകുന്ന നിബന്ധനകളുണ്ട്. കൂടെ മഹറമായ ആള് വേണം, വിശ്വാസിനികളായ സഹോദരിമാര് വേണം, പോകുന്ന യാത്രയും മറ്റൊക്കെ സുരക്ഷിതമായിരിക്കണം, അന്യപുരുഷന്മാരുമായി സങ്കലിച്ച് അവരുമായി ശൃംഗരിച്ച് അവരുമായി നല്ലോണം കിന്നാരം പറഞ്ഞ് അങ്ങനെ ഒരു സിയാറത്ത് ഇസ്ലാമിലില്ല. അത് ശരിക്കും ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ വർഷങ്ങളോളം താമസിച്ചില്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കം കിടക്കുന്ന വീട്ടില്. ഉമർ റളിയല്ലാഹുവിന്റെ ജനാസ വീട്ടിലേക്ക് എത്തി മറവ് ചെയ്ത ശേഷം പിന്നെ ആ ഒരു മുറിയിലേക്ക് മഹദി കിടക്കുന്നത് മുഖം മറച്ച് ശരിയായ ശരീരങ്ങൾ മുഴുവനും മറച്ച് നല്ല ഭദ്രതയോടെ പുറത്തിറങ്ങുന്ന വിഷയരൂപത്തിലാണ് പുറത്തുള്ള റൂമിലേക്ക് അകത്ത റൂമിൽ നിന്ന് വരുന്നത്. ചോദിച്ചു, എന്താണ് ഇങ്ങനെ? ഇങ്ങനെയല്ലാതെ പറ്റൂലല്ലോ. നേരത്തെ ഇവിടെ വന്നിരുന്നത് ഒന്ന് എന്റെ ഭർത്താവാണ്, പിന്നെന്റെ ഉപ്പയാണ്, മൂന്നാമത് വന്ന ഉമർ റളിയല്ലാഹു അൻഹു അന്യ ആളല്ലേ. ഞാൻ ഇങ്ങനെ കെട്ടി ഭദ്രമാക്കിയിട്ടല്ലാതെ പുറത്തു വരാറില്ല. ഹയാ അമ്മിൻ ഉമറ. ഉമർ റളിയല്ലാഹുവിനെ പറ്റി എനിക്കൊരു നാണമുണ്ട്. അന്യപുരുഷൻ എന്റെ ശരീരം കാണാവതല്ലോ. ആരാണ് ഉമ്മമാരെ ഇത് പഠിപ്പിക്കുന്നത്? എന്താണ് ഈ സ്വബർ? വീട്ടിന്റെ ഉള്ളിൽ വെച്ച് തന്നെയുള്ള ക്ഷമ ഇങ്ങനെയാണെങ്കിൽ പുറത്തിറങ്ങുമ്പോ എങ്ങനെയാണ്? നല്ലോണം ക്ഷമിച്ച് ജീവിക്കണം. വല്ലദീന സ്വബറു ഇബ്തിഗാ വജ്ഹി റബ്ബിഹിം. നാട്ടുകാരുടെ പേരോ പ്രശംസയോ പ്രസക്തിയോ കിട്ടാനല്ല, അള്ളാഹുവിന്റെ പൊരുത്തം വിചാരിച്ചുള്ള നല്ല ക്ഷമ. ആ ക്ഷമയിൽ നമ്മൾ പങ്കെടുക്കണം. മറ്റൊരു ക്ഷമയാണ് ദീനീ വിഷയങ്ങളിലുള്ള ക്ഷമ വേണം. ബലാ മുസീബത്തുകൾ എത്തുമ്പോൾ ക്ഷമ വേണം. കാലദുരന്തങ്ങൾ എത്തുമ്പോൾ ക്ഷമ വേണം. അള്ളാഹുവിനെ പഠിക്കരുത്.